ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു റെജീസ് വൈബ്സ്. അപ്പോൾ നമ്മുടെ പെർഹൻഡിയൻ ഐലൻഡ്സിലെ ട്രിപ്പിൻ്റെ രണ്ടാം ഭാഗത്തിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ ആദ്യത്തെ സ്നോർക്കലിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷാർക്കിനെ കാണാൻ പോകുന്നത് വരെയാണ് ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ഷാർക്കിനെ കാണാൻ വേണ്ടി പോവുകയാണ്. നിറയെ ബോട്ടുകൾ നമുക്കൊപ്പം ഉണ്ട് ഷാർക്കിനെ കാണാൻ പോകുന്ന സ്ഥലത്ത്. പക്ഷേ ഭയങ്കര ഡീപ്പാണ് ആ സ്ഥലം. ഷാർക്ക് വരുന്നത് കണ്ടോ. അപ്പോൾ നമ്മളവിടെ എത്തി. ഇവരെല്ലാം ഷാർക്കിനെ കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിയിട്ടില്ല, കാരണം അത് ഭയങ്കരമായ ഒരു ഡീപ്പായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങാനായിട്ട് ആ ഒരു ധൈര്യം എനിക്കില്ലായിരുന്നു. ഏത് 3 ആൾ പൊക്കം വെള്ളമുണ്ടെന്നും അറിയാം, 3-4 ആൾ. പിന്നെ ഈ ഷാർക്കെന്ന് പറയണത് ഒരു 6 അടി 7 അടിയൊക്കെ ഇതുള്ള നീളമുള്ള ഷാർക്കുകളാണ്. ഇത് ഭയങ്കര ദൂരെ നിന്നാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആ ചെറുതായിട്ട് തോന്നുന്നതാണ്, പക്ഷേ ഹ്യൂജ് ആയിട്ടുള്ള ഷാർക്കുകളാണ്. അപ്പോൾ മീനിൻ്റെ വലിയ തലകളൊക്കെ കൊണ്ടിട്ട് കൊടുക്കുമ്പോഴാണ് അവർ വരുന്നത്. അതാണ് അവർ പോയിട്ട് അതിൻ്റെ ഇടയ്ക്ക് നിന്ന് എടുത്ത് കഴിക്കുന്നത്. നിറയെ ഷാർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ ഷാർക്ക് ചിലപ്പോൾ കാണാൻ സാധ്യതയില്ല, ചിലപ്പോൾ വരും. അത് ലക്ക് പോലെ ഇരിക്കുന്നതാണ് അന്ന് ആ പയ്യൻ പറഞ്ഞത്. പക്ഷേ ഇവർക്കെല്ലാം കാണാൻ ഭാഗ്യമുണ്ടായി. ഞാൻ കണ്ടില്ല കേട്ടോ, എനിക്ക് അത്ര ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഇറങ്ങാനുള്ള. അപ്പോൾ ഇവരെല്ലാം സ്നോർക്കലിംഗ് ചെയ്യാൻ ഇപ്പോഴും ഈ ഷാർക്കുള്ള ഏരിയയിലൊക്കെ സ്നോർക്കലിംഗ് ചെയ്യാൻ. പിന്നെ മുകളിൽ കൂടെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഏറ്റവും ഡീപ്പായിട്ടുള്ള ഷാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഷാർക്കിൻ്റെ ഏരിയ എല്ലാം കഴിഞ്ഞിട്ട് പെർഹൻഡിയൻ ഐലൻഡിൽ 2 ഐലൻഡ്സാണ്. ഒരു ഐലൻഡിൽ ജനവാസമുള്ള, ഒരു ഐലൻഡിൽ ജനവാസം ഇല്ലാത്തത്. അപ്പോൾ ആ ഭാഗത്തോട്ട് നമ്മളുടെ ഒരു സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോവുകയാണ്. സൈറ്റ് സീയിങ് ആൻഡ് സ്നോർക്കലിങ്, ഡൈവിങ് എല്ലാം ഉണ്ട്. അപ്പോൾ അതിനുകൊണ്ട് നമ്മളെല്ലാ ബോട്ടുകളും അങ്ങോട്ടേക്ക് പോവുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയയാണത്. ഒരു ഭാഗത്ത് ഫുള്ള് കാടും, പിന്നെ അവിടെ ഒരു ശുദ്ധജല ഒരു അരുവി പോലത്തെ ഒരു സാധനം ഒക്കെയുണ്ട്. അവിടെ എല്ലാം കൊണ്ടും ഭയങ്കര ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നമ്മളിപ്പോൾ ഈ പോകുന്ന ദ്വീപ്. ശരിക്കും അതിൻ്റെ ബിലോങ്സിൻ്റെ അടുത്ത് അതിനോട് ചേർന്നിട്ടുള്ളത് തന്നെയാണ്. എന്നാലും നമ്മളിവിടെ ഇറങ്ങുമ്പം നമുക്ക് വേറൊരു ഫീലിങ്സാണ്. അത്ര തന്നെയാണ് കാര്യം. കുറേ കാടും, പിന്നെ അവിടെ നോക്കുമ്പോൾ കുറേ പാറക്കൂട്ടങ്ങളും അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള ഒരു ഐലൻഡായിരുന്നു ഇത്. ആ ഐലൻഡിൻ്റെ ഭാഗമായിരുന്നു ഇത്. ബോട്ടുകളെല്ലാം വന്നിട്ടുണ്ട്, എല്ലാവരും ഏകദേശം എത്തി. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമുക്ക് സ്നോർക്കലിംഗ് ചെയ്യാം. നീന്തൽ അറിയാൻ പറ്റാത്തവർക്ക് നമുക്കിവിടെ പേടിയില്ലാതെ സ്നോർക്കലിംഗ് ചെയ്യാം. ഇവിടെ അധികം ആഴമില്ല. നമുക്ക് നിൽക്കുമ്പോൾ മുട്ടറ്റ വെള്ളമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ, ഈ ഭാഗം. അപ്പം തെളിഞ്ഞ വെള്ളമാണ്, കലങ്ങയില്ല, നമുക്ക് മീനെ കാണാനും പറ്റും. അപ്പോൾ ചില പ്രായമുള്ളവർക്കൊക്കെ നീന്താനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ ഇവിടെ വന്നിട്ട് ഈ സാധനങ്ങളെല്ലാം ഘടിപ്പിച്ച് വെള്ളത്തിൽ മീനിനെ കാണാൻ വേണ്ടി കിടക്കുന്ന കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരിക്കും നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് സീനറീസ് ഉണ്ട്. അവിടെ പോയി ഈ പാറക്കെട്ടങ്ങൾ ഇടയ്ക്ക് നിന്ന് ഫോട്ടോ എടുക്കാം, വീഡിയോസ് എടുക്കാം. ശരിക്കും നല്ല റൊമാൻറ്റിക് ഏരിയയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിളൊക്കെ വരികയാണെങ്കിൽ അവർക്കൊക്കെ ഭയങ്കര വീഡിയോസൊക്കെ എടുക്കാം. ഭയങ്കര ഭംഗിയുള്ള കുറേ പാറക്കെട്ടുകളൊക്കെ ഇടയുണ്ട്. ന്യൂ കപ്പിൾസൊക്കെ, അത് നമ്മളെ പോലുള്ള ഓൾഡായിട്ടുള്ള ആൾക്കാരല്ല, ചെറിയ പിള്ളേരൊക്കെ വരണമെങ്കിൽ ഭയങ്കര രസമായിട്ടുള്ളൊരു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഏരിയയാണ് ഈ പെർഹൻഡിയൻ്റെ ഈ ഒരു ഭാഗം. വല്ലപ്പനും പിന്നെ പേടിയേ ഇല്ല വെള്ളത്തിന്. അവൻ വെള്ളത്തിൽ ഇനി എത്ര ആഴമെന്ന് പറഞ്ഞാൽ അവൻ ചാടും. അപ്പോൾ അവനങ്ങ് മാക്സിമം അങ്ങ് അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു ഭാഗത്ത് ശുദ്ധജല തടാകം കണക്കൊരു സാധനം. അവരിങ്ങനെ ഇവിടെ ഒരു ഉറവയുണ്ട്, വാട്ടറിൻ്റെ. അപ്പോൾ നമ്മൾ അവിടുത്തെ വെള്ളം ചൂടുള്ള വെള്ളത്തിലല്ലേ, കടലിലെ വെള്ളത്തിൽ വന്നിട്ട് ഇവിടെ വരുമ്പോൾ ഐസ് പോലത്തെ വെള്ളമാണ് ഇത്. നമ്മൾ കുറ്റാളത്തിലൊക്കെ പോയി തലയിൽ വെള്ളം വീഴുമ്പോൾ ഒരു ഫീലിങ്സ് അതുങ്ങളൊക്കെയാണ് ഇവിടുത്തെ വെള്ളം. ഈ വെള്ളം എന്ന് പറയുന്നത് നല്ല തെളിനീര്, ഭയങ്കര കൂളായിട്ടുള്ള വാട്ടറാണ്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രണ്ടും അധികം ഡിഫറൻസ് ഇല്ല, പക്ഷേ ഇവിടെ നല്ല തണുത്ത വെള്ളമാണ്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ വെള്ളമൊക്കെ തലയിലൊക്കെ ഒഴിക്കുന്നുണ്ട്. നമ്മളൊക്കെ കാലും പുറത്തൊക്കെ എടുത്ത് കുറച്ചൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് ബോട്ടിൽ കയറാനുള്ള സമയമായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും പറ്റില്ല കേട്ടോ. ഇതിങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. എന്തൊരു പ്രതിഭാസമാണെന്നറിയില്ല.
അത് നിറകുടം തുളുമ്പില്ലെന്ന് പറഞ്ഞാൽ തുളുമ്പേയില്ല, നിറഞ്ഞുകൊണ്ടിരിക്കും. അതങ്ങനെയാണ് ഇത്ര കണ്ട് നമുക്ക് കുടിക്കാൻ തന്നെ പറ്റുന്ന അങ്ങനത്തെ വെള്ളമാണിത്. അപ്പോൾ ഇവിടെ തന്നെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് ലേഡീസിന് വന്ന് വെള്ളമൊക്കെ എടുക്കുന്നില്ല. ഇവരാണെന്ന് ഒരു സൂംബ എറോബിക് ടീമാണ്. അതൊരു മലൈ ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ്. അവർ ഗ്രൂപ്പ് ഇൻഡോ പെർഫെക്റ്റ് അലയൻസിലാണ്. അത് കുറച്ച് 19 അത്രയും കണ്ട് ഗേൾസ്. അപ്പോൾ അവർ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ ഏരിയയിലോട്ട് പോവുകയാണ്. നമ്മളെ ഹോം സ്റ്റേ ഒക്കെ ഉള്ള ഏരിയയിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇത് ഭംഗിയിലേ വെള്ളം കാണാനൊക്കെ അല്ലേ. ഇത് കളറ് നോക്ക്. അതിന് പറ്റിയ പെയിൻറ്റ് ബോട്ട് കേൾക്കും. നല്ലത് എല്ലാം കൂടെ കൊണ്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാമെന്നൊക്കെയുള്ള പ്ലാനിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മളൊക്കെ അകത്ത് ഞാനാണെങ്കിൽ എൻ്റെ കാലിന് വെച്ചിട്ട് ചെറിയൊരു ഇഞ്ചറിയാണ്. ഞാൻ അതിൻ്റെ കഥയും പറഞ്ഞ് സാഡായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാനങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളല്ല. ഞാൻ എന്തായിരുന്നാലും അത് വിടാതെ പോയി. എൻ്റെ വേദനയെല്ലാം മറന്ന് ഞാൻ കുറച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റും. അവരെല്ലാം സ്നോർക്ലിംഗ് ഒക്കെ ചെയ്ത് അവർ നല്ല ടയർഡാണ്. ഞാൻ ബോട്ടിൽ തന്നെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി എൻജോയ്മെൻറ്റ് വേണം. ഞാൻ വന്നിട്ട് ഞങ്ങൾ ഹോം സ്റ്റേയുടെ ഫ്രണ്ടിൽ കടലിൽ പോയി ഞാൻ കുറച്ച് നീന്താമെന്ന് വിചാരിച്ചു. പക്ഷേ നീന്താൻ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇവിടെ ഈ നീന്തുന്ന കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇത് അത്രയ്ക്ക് ആഴമൊന്നുമില്ലാത്ത സ്ഥലമായിരിക്കും. പക്ഷേ നല്ല ഡീപ്പായിട്ടുള്ള ഏരിയയാണിത്. അവിടെയാണെങ്കിൽ നല്ലോണം നീന്താൻ പറ്റുള്ളൂ. മണ്ണും ചെളിയും പൊടിയൊന്നും ഇല്ലാത്ത ഒരു 2-3 ആൾ പൊക്കം കാണും ഈ ഭാഗം വെള്ളത്തിന്. അങ്ങനെ ഞാനിങ്ങനെ മലർന്ന് നീന്തിക്കൊണ്ടേയിരിക്കുകയാണ്. വാവ എന്തൊക്കെ ഡയറക്ഷൻസൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ഭാഗം നീന്തുമ്പോൾ ഭയങ്കര സന്തോഷമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇതാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഫ്ലൈ ചെയ്യുന്ന കണക്കാണ് തോന്നുന്നത്. ഞാൻ ഇങ്ങനെ മലർന്ന് വെള്ളത്തിൽ കിടക്കുമ്പോൾ. അതും ദ്വീപുകളിൽ ഇങ്ങനെ ദ്വീപുകൾ മീൻസ് ഓഷൻ, കടലിൽ. നമ്മൾ പൂളിലെന്ന് പറയുമ്പോൾ അങ്ങനെ ഓളമില്ലല്ലോ, ഓളം തെരയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വേറെ ഒരു ഭയങ്കര ഫീലിങ്സാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഇങ്ങനെ നമ്മളിങ്ങനെ പൊക്കി 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 ഇങ്ങനെ കൊണ്ടുപോകില്ലേ കടൽ വെള്ളം. അതും ഭയങ്കര ഒരു ഫീലിങ്സാണ്. അത് ഒരിക്കൽ നിങ്ങളെല്ലാം അങ്ങനെ പോയി നേരെ നീന്തിയാലും കിട്ടില്ല. ഫ്ലോട്ട് ചെയ്താലേ നമുക്കത് കിട്ടുള്ളൂ. ബോഡിക്ക് ഭാരമൊക്കെ കുറഞ്ഞിട്ട് ഭയങ്കര ഒരു സുഖം. അങ്ങനെ ഞാനിങ്ങനെ അത് എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കയാക്ക് ചെയ്യണം, എല്ലാവരും ചെയ്യുന്നു. ഞാൻ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? ഞാനും ഒരു കൈ നോക്കാൻ തന്നെ അവിടുത്തെ എടുക്കൂ ഒരു ബോട്ട്, ഞാനും തുഴയട്ടെ. പക്ഷേ ഇവരെല്ലാം ചിരിയായിരുന്നു. ഞാൻ ബോട്ട് എടുത്ത് തുഴയതൊക്കെ എടുത്തപ്പോഴത്തേക്കും ഞാൻ കയറിയപ്പോൾ തന്നെ വള്ളം ബോട്ട് അതിൻ്റെ ഒരു അറ്റം കൊണ്ട് താഴ്ന്നു. എൻ്റെ വെയിറ്റ് കാരണം എനിക്ക് പറ്റി തിരിക്കാനും ഒക്കില്ലല്ലോ. പക്ഷേ ഞാൻ പക്ഷെ മുങ്ങിച്ചാവുമെന്ന് എനിക്ക് ഭയങ്കര പേടി. കാര്യം ഞാൻ റിവേഴ്സ് ഗിയറിലോട്ടാണ് പോണത്. പക്ഷേ എന്താണ് ഞാൻ വിട്ടുകൊടുത്തില്ല. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ തുഴഞ്ഞവരെല്ലാം കളിയാക്കി തുഴഞ്ഞ്. പക്ഷേ ഞാൻ നന്നായിട്ട് പിന്നെ ഇവർ പറഞ്ഞ് ഇവരെപ്പോഴും പറയും നെവർ ഗിവ് അപ്പ് ചെയ്തോന്ന് പറയാം. അങ്ങനെ ഞാൻ താറാവിനെ പോലെ ഇത് തുഴയുന്നത്. ബോട്ട് മുങ്ങാത്ത ഭാഗ്യം. പിന്നെ വെള്ളം കുടിച്ചൊന്നും പോകില്ലെന്ന് അവർക്ക് അറിയാം. എന്താണ് നീന്തി നിൽക്കുമെന്ന് അറിയാം. ആ ധൈര്യത്തിലാണ് എന്നെ വിട്ടേക്കുന്നത്. വലിയൊരു ബോട്ട് അടുത്ത് കിടക്കുന്നു. അങ്ങനെ ഞാൻ കുറച്ച് ദൂരമൊക്കെ തുഴഞ്ഞ് അതിൽ ഞാൻ ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തിട്ട് പിന്നെ ഞാൻ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കിയപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഗേൾസ് എന്ന് ഡാൻസ് കളിക്കുന്നു. ഞാനങ്ങനെ വന്നു ചാച്ച് ഷാൽ ഐ ജോയിൻ വിത്ത് യു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഓരോരു വൈ നോട്ട് കയറിക്കോ എന്ന് പറയും. നമുക്ക് പിന്നെ ഇതില്ലല്ലോ, വലിയ ഭാവമില്ലല്ലോ. നമ്മളങ്ങ് കയറി അങ്ങ് കളി തുടങ്ങി. അങ്ങനെ ഡാൻസ് കളിച്ച് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരൊക്കെ കണ്ടുവന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്നു. അങ്ങനെ ഡാൻസ് കളിച്ച് അത് കഴിഞ്ഞ് നല്ല സൂപ്പറായിട്ട് അവരെല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടത്തി അലമ്പാക്കിയെന്നേ ഉള്ളൂ. പക്ഷെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവരെ പാട്ട് നിന്ന് ബോളിവുഡ് സോങ്സാണ് അവർ പിന്നെ ചെയ്തത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിലൊരു നീന്താൻ വന്നപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ ഗേളിനെ പരിചയപ്പെട്ടായിരുന്നു. അവൾ വന്നിട്ട് ഞങ്ങൾക്കത് കമ്പനിയിൽ നിന്ന് നമുക്ക് വന്നിട്ട് ഇവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ നമ്മൾ ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ട് പഠിപ്പിച്ച് അവരെ ഉള്ള നല്ല ഡാൻസും കൂടി നമ്മൾ കൊളാക്കി കൊടുത്ത് കയ്യിൽ കൊടുത്ത്. അങ്ങനെ ഒരു സന്തോഷത്തിൽ ബൈ ഒക്കെ പറഞ്ഞ് അങ്ങനെ നമ്മൾ ആ ഒരു പുതിയ എക്സ്പീരിയൻസ്. പക്ഷെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് മലയ ഗേൾസ്. ഭയങ്കര സ്നേഹവും ഭയങ്കര സഹകരണവും ഭയങ്കര രസമാണ് അവർ നമ്മളോട്. നല്ലതായിരുന്നു. ഞാൻ അവിടെയൊക്കെ ചാടി പൊളിച്ചൊക്കെ എടുത്ത് ഈവനിങ് ആയി, നമ്മൾ ഡിന്നർ ടൈം. അപ്പോൾ നമുക്ക് കൂടുതലും ഐലൻഡുകളിൽ പോയി കഴിഞ്ഞാൽ
ഫിഷിൻ്റെ വിഭവങ്ങൾ കൂടുതലായിരിക്കും. വലിയ വലിയ കണവ, സ്ക്വിഡ്, പിന്നെ ഇത് വലിയ പ്രോൺസ്, ഒരു കുറേ മീൻ, വലിയ വലിയ മീനുകളൊക്കെ കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സമുദ്ര ബീച്ച് ഷാലറ്റ്, ഇതാണ് നമ്മുടെ പറഹൻഡിയൻ ഐലൻഡ്, നമ്മളെ പ്ലേസ്. അപ്പോൾ ഫുഡിലോട്ട് പോയേക്കാണ്. നമ്മളെന്താണ് നമ്മുടെ ഫുഡെന്ന് നോക്കാം. റൈസ്, കൈൻഡ് ഓഫ് ഫ്രൈഡ് റൈസ്, പിന്നെ നോക്ക് എന്താണ് ഇരിക്കുന്നത്, കണവ വലിയ ഇത്. പിന്നെ എന്താണ്, ഇലയപ്പമൊന്നും അല്ല കേട്ടോ, ഇലയിൽ പൊള്ളിച്ച് വെച്ചേക്കുന്നത് മീനാണ്. ഇത് കണവ. പിന്നെ അതിലൊഴിക്കുന്ന, കണവയിൽ ഒഴിക്കുന്ന എന്തോ ഒരു സോസ്, എന്തൊക്കെയോ നമ്മളെ പുളിമുളകൊക്കെ ഇങ്ങനെ ഞവടിയൊക്കെ വെച്ചേക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സോസ്. പിന്നെ മീൻ പൊള്ളിച്ചത്, പിന്നെ ചിക്കനാണ്, ആ ഉണ്ട പോലെ ഇരിക്കുന്ന ചിക്കനാണ്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കൊണ്ടുവന്ന്, പിന്നെ ഇത് കൊണ്ടുപോയിട്ട് പിന്നെ വേറെ എന്തെല്ലാം കൊണ്ടുവന്ന്, പിന്നെ ഇത് എത്രയാണെങ്കിലും അവർ ഫില്ല് ചെയ്യും. അങ്ങനെ നമ്മൾ ഭയങ്കര ടേസ്റ്റ് എന്നൊന്നും, കണവയൊക്കെ നമ്മൾ നാട്ടിലുണ്ടാക്കുന്ന വേറൊരു ഇത് പിന്നെ അവർ ഫ്രൈ ഒക്കെ ചെയ്തല്ലേ കൊണ്ടുവരണം, വേറെ ടേസ്റ്റ്, പക്ഷേ കൊള്ളാം. പിന്നെ അൺലിമിറ്റഡ് ഫുഡാണ് എല്ലാം കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഈവനിങ് നൈറ്റായപ്പോഴത്തെ ആംബിയൻസ് ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഈ കവിതയൊക്കെ എഴുതുന്നവർക്ക് കൊള്ളാം. അവിടെ പോയിരുന്ന് ഇങ്ങനെ സിനിമയിലെ തിരക്കഥയൊക്കെ എഴുതാനായിട്ടൊക്കെ പോകണം. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കണം. അറിയാതെ എങ്ങോട്ട് എല്ലാം എഴുതി പോകും. ഞാനിങ്ങനെ കുറേ നേരമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ടു ലേറ്റ്, നമ്മളെ ചെറിയ പ്രായത്തിലൊക്കെ അവിടെ പോയെങ്കിൽ എന്ത് രസമായിരുന്നു എന്നൊക്കെ ചിന്തിച്ച്. അപ്പം എന്താണ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കണം. വാവ എങ്ങനെ ഈവനിങ് വാക്കിനൊക്കെ ഫുഡ് കഴിച്ചിട്ട് ഒന്ന് ദഹിക്കാൻ നടന്നിട്ടൊക്കെ വന്നിട്ട് എന്നെ വിളിക്കുകയാണ്, ഞാനിവിടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട്. അങ്ങനെ അവയെത്തി. ഞങ്ങൾ ഡിന്നർ ടൈം കഴിഞ്ഞു. ഇനി നമ്മൾ റൂമിലോട്ട് പോയി കിടന്നു, ഉറങ്ങി, എഴുന്നേറ്റു. ഗുഡ് മോർണിംഗ് ആയി. അപ്പോൾ മോർണിംഗ് ആംബിയൻസാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഒരു ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് 11:30 മണിയാകുമ്പോൾ ബോട്ട് വരും. ആ മോർണിംഗ് വാക്കിനൊക്കെ പോണവരൊക്കെ പോവും. ഞാനൊക്കെ അപ്പോൾ നേരത്തെ ഇടുന്ന് ഉറങ്ങിയിട്ട് എണീച്ച് പാക്കിങ്ങിലൊക്കെ ഇനി ടൈം. നിങ്ങളെ ബോട്ട് മിസ്സാവരുത്. ആ ബോട്ട് മിസ്സാവുന്നതിന് മുന്നേ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണം. മീൻസ് നമ്മൾ പോണ ബോട്ടിൽ ഇങ്ങോട്ട് വന്ന ആൾക്കാർക്ക് പോവേണ്ടതാണ്. ഇങ്ങോട്ട് വന്ന നമ്മൾ പോവാനുള്ള ബോട്ടിലാണ് ഇങ്ങോട്ട് കുറേ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവർക്കെല്ലാം ചെക്ക് ഇൻ ചെയ്യണം. അതിന് മുമ്പ് നമ്മളെ റൂമെല്ലാം ക്ലീൻ ചെയ്യണം അവർക്ക്. അപ്പോൾ അതിനതാണ്. പിന്നെ ഈ ബോട്ടിൽ ഇവിടെ വരുന്നത്, ഇതെല്ലാ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കെല്ലാം പ്രീ ബുക്കിംഗാണ്. പിന്നെ ഇവിടെ ഈ ഐലൻഡിൽ വരുന്നത് ഭയങ്കര ഈസി എന്ന് പറയാൻ വിചാരിച്ചാൽ ഈസിയാണ്, പക്ഷേ എക്സ്പെൻസീവാണ്. മെയിൻ തിങ് എക്സ്പെൻസീവാണ്. ഐലൻഡ്സ് ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നല്ലൊരു മണിയാവും. അപ്പം കാര്യം ഒരാൾക്ക് ഇത്ര രൂപ വെച്ചെന്നുണ്ട്. അപ്പം അത് മലേഷ്യൻ റിങ്കിറ്റിലാകുമ്പോൾ നല്ല പൈസയാണത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ മണിയിലാകുമ്പോൾ നല്ലൊരു എമൗണ്ടാണത്. അപ്പോൾ നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് പോകാൻ തോന്നില്ല. പക്ഷേ പോയാൽ ഇതൊക്കെ ഒരു ഓർമ്മകളായിട്ട് നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പോയി, ഇപ്പോൾ 5ാമത്തെ ഐലൻഡാണ്. ഇനി ഐലൻഡ്സ് ഉണ്ട്, ഇനി 1-2 ഒക്കെ മെയിൻ ഐലൻഡ്സ് ഉണ്ട്. അതിലൊക്കെ പോയി ദൈവം അനുഗ്രഹിക്കുമെങ്കിൽ അതിൽ പോകാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് മോർണിംഗ് വൈബ് അവിടുത്തെ. രാവിലെ എല്ലാം കടലിൻ്റെ ഒരു ഭംഗിയും എല്ലാ ശാന്തതയാണ്. രാവിലെയൊക്കെ നടക്കാനും നീന്താൻ പോകുന്നവർക്കൊക്കെ പോകാം. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും പാക്ക് ചെയ്ത് ഞങ്ങൾ വന്നതുപോലെ ആ തിരിച്ച് ബോട്ടിൽ കയറാനുള്ള പ്രിപ്പറേഷനാണ്. ഭംഗി നോക്ക് അല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്, നമ്മളെ ബോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബൈ പറഹൻഡിയൻ ഐലൻഡ് ഒരു ബൈയൊക്കെ കൊടുത്ത് സി യു അഗെയിൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. ഇച്ചിരി കണ്ണ് മയങ്ങണമെങ്കിൽ മയങ്ങാം, ടൈമുണ്ട്. അടുത്ത കര കാണാൻ സമയമുണ്ട്. എനിക്ക് തോന്നുന്നു 1.5 hour മറന്നുപോയി കേട്ടോ, ഇത്രയും കണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒന്ന് കണ്ണടച്ചൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ കര കാണാം. കുറച്ച് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. ഏകദേശം കുറച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്ത് എത്തി, നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കൊല ബസ്വുഡ് എന്നുള്ള ചാട്ടിയാണ്. അവിടെ എത്തി. ഈ രീതി നമ്മൾ എന്ത് ചെയ്യണം, ചെട്ടിന്ന് വെളിയിലിറങ്ങി നമ്മുടെ
പാർക്ക് ചെയ്ത കാർ എടുത്തുകൊണ്ട് വരിക, കയറുക. 6 or 7 hours ആണെന്ന് തോന്നണം. നല്ല ദൂരമുണ്ട് കോലാലംപൂരിലോട്ട്. ചിലരൊക്കെ ഫ്ലൈറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി ഉള്ളതുകൊണ്ട് നമ്മൾ അതിലങ്ങ് പോകും. അപ്പോൾ പാക്ക് എല്ലാം ബോട്ടിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മളെ ബാഗ്സ് എല്ലാം ഇറക്കി ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ വെളിയിൽ വരുമ്പോഴത്തേക്ക് ആനന്ദ് പോയി കാറെടുത്തോണ്ട് വരും. കാറെടുത്തോണ്ട് വന്നു, ഞങ്ങൾ കാറിൽ കയറുന്നു. അപ്പം ഇതാണ് പെർഹനനെ കുറിച്ചിട്ട് എല്ലാവർക്കും മനസ്സിലായില്ലേ അല്ലേ? അപ്പോൾ എപ്പോഴെങ്കിലും പോകാൻ നിങ്ങൾക്കൊക്കെ സാധിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ ഫ്രം റജീസ് വൈബ്സ്. ടാറ്റാ, സി യു സൂൺ. ലേറ്റാക്കാത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ ബൈ.